നമസ്കാരം. ഏവർക്കും കനകധാര വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവി ആദിപരാശക്തിയെയും ഭഗവതിയുടെ പല ഭാവങ്ങളെയും വർണ്ണിക്കുന്ന പ്രസിദ്ധമായ സംസ്കൃത രചനയായ ദേവീ മാഹാത്മ്യത്തെക്കുറിച്ച് തന്നെയാകട്ടെ എൻ്റെ ഒന്നാമത്തെ വീഡിയോ. എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങട്ടെ. മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഭാഗമായ ഇതിൻ്റെ രചനാകാലമായി കണക്കാക്കപ്പെടുന്നത് 5-ാം നൂറ്റാണ്ടാണ്. ഈ രചനയുടെ കർത്താവ് മാർക്കണ്ഡേയ മുനിയാണ്. ദുർഗാ ഭഗവതിയെ സ്തുതിക്കുന്ന 700 പദ്യങ്ങൾ അടങ്ങുന്ന ഈ കൃതിക്ക് ദുർഗാ സപ്തശതി എന്നും പേരുണ്ട്. ഇതിലെ 700 പദ്യങ്ങൾ 13 അധ്യായങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിലെ 11-ാം അധ്യായം നാരായണി സ്തുതി അതിവിശേഷമാണ്. ഇതിന് പല വിധത്തിലുള്ള പാരായണ രീതികളുമുണ്ട്. ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച പൂർത്തിയാക്കുന്ന രീതിയുണ്ട്. അതല്ല, എല്ലാ ദിവസവും ഒരധ്യായമായ നാരായണി സ്തുതി, അതായത് 11-ാം അധ്യായം നാരായണി സ്തുതി ജപിക്കുന്ന രീതിയുമുണ്ട്. നിത്യവും ദേവീ മാഹാത്മ്യം ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. ദേവീ മാഹാത്മ്യ ജപം കുടുംബ ഐശ്വര്യത്തിനും സന്താന സമൃദ്ധിക്കും ധനധാന്യ സമ്പൽ സമൃദ്ധിക്കും സൗന്ദര്യത്തിനും വീര്യത്തിനും ധൈര്യത്തിനും ദീർഘായുസിനും സൽസന്താനങ്ങൾ ഉണ്ടാകാനും എല്ലാം ഐശ്വര്യദായകമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച പൂർത്തിയാക്കുന്ന പാരായണ രീതി എങ്ങനെയെന്ന് നോക്കാം. ഞായറാഴ്ച നവാംഗം 1-ാം അധ്യായം, തിങ്കൾ 2-3 അധ്യായങ്ങൾ, ചൊവ്വ 4-ാം അധ്യായം, ബുധൻ 5-6 അധ്യായങ്ങൾ, വ്യാഴം 7, 8, 9, 10 അധ്യായങ്ങളും, വെള്ളിയാഴ്ച അതിശ്രേഷ്ഠമായ 11-ാം അധ്യായവും, ശനിയാഴ്ച 12, 13 അധ്യായങ്ങളും എന്നിങ്ങനെ ജപിക്കാം. മാത്രമല്ല എല്ലാ ദിവസവും 11-ാം അധ്യായം മാത്രമായും ജപിക്കാം. അതിവിശേഷമാണ് 11-ാം അധ്യായം. ദേവീ മാഹാത്മ്യം ജപിക്കുന്നവന് ദുഃഖമുണ്ടാകില്ല. ദേവീ മാഹാത്മ്യം നമ്മൾ എവിടെ കൊണ്ടുപോകുന്നുവോ അവിടെ ദുരിതമുണ്ടാകില്ല. ദേവീ മാഹാത്മ്യം ആരുടെ കയ്യിലാണോ ഉള്ളത് അവന് ഒരിക്കലും ഒരു നഷ്ടബോധമുണ്ടാകുകയില്ല. ദേവിയുടെ കവചത്തിൽ അവൻ എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു 6 മാസം ജപിച്ചു നോക്കൂ. നിങ്ങൾക്ക് എത്ര നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹവും തീർച്ചയായും നടന്നിരിക്കും. എന്തിനുമുള്ള ഒരു ഒറ്റമൂലിയാണ് ദേവീ മാഹാത്മ്യം. 60 രൂപ മുതൽ 600 രൂപ വിലയുണ്ട് ഈ ബുക്കിന്. സാധാരണക്കാരന് 60 രൂപ വിലയുള്ള ഒരു ബുക്ക് തന്നെ മതിയാകും. സംസ്കൃതം ഭാഷയിലാണ് രചിച്ചിരിക്കുന്നതെങ്കിലും സംസ്കൃത ഭാഷ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സാധാരണക്കാർക്കും ഉറപ്പായിട്ടും വായിക്കാൻ കഴിയും. നമ്മൾ ദേവീ മാഹാത്മ്യ ജപം നടത്തുമ്പോൾ ഒരു ദേവിയുടെ ചെറിയൊരു ഫോട്ടോ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടൊന്ന് ജപിച്ചു നോക്കൂ. അതിവിശേഷമാണ്. മാത്രമല്ല ഈ പുസ്തകം ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് എപ്പോഴും നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമിൽ സൂക്ഷിച്ചാൽ, അതായത് പൂജാ റൂമിൽ സൂക്ഷിച്ചാൽ അത് ശ്രേയസ്കരമാണെന്നാണ് പറയപ്പെടുന്നതും എൻ്റെ അനുഭവവും. ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ അത് വായിച്ച് നല്ലൊരു ഞായറാഴ്ച നോക്കി പാരായണം ചെയ്തു തുടങ്ങൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും. ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. ദേവീ നാമത്തിൽ ഏവർക്കും ഐശ്വര്യവും ദീർഘായുസ്സും ധനധാന്യ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി.